നമ്മുടെ ഈ ലോകത്ത് കുറച്ച് ടീംസ് ഉണ്ട്. അവർക്ക് ഈ സമാധാനം, പീസ് അതൊന്നും അവർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യുദ്ധമാണ് അവരുടെ ജീവിത മാർഗം. എന്തെങ്കിലും പ്രശ്നമുണ്ട്, അടിപിടി ഉണ്ടെങ്കിലേ അവർക്ക് ഫണ്ടിങ് കിട്ടുള്ളൂ. 4 കാശ് വരുന്നത് ആ സമയങ്ങളിലാണ്. അപ്പോൾ അത് വിട്ടിട്ട് അവർ ഈ സമാധാനത്തിൻ്റെ പുറകെ പോയിട്ട് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടില്ല. അപ്പോൾ അവർക്ക് എന്താ വേണ്ടത്? യുദ്ധവും പ്രശ്നങ്ങളും തന്നെ. അതിപ്പോൾ ട്രംപ് എന്ത് പീസ് ഡീൽ കൊണ്ടുവന്ന് വലിയ പരിപാടിയൊക്കെ നടത്തി കുറേ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. അവിടെ പഴയതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ. ഗാസയിലെ കാര്യം തന്നെയാണ് പണ്ടത്തെക്കാളും മോശം അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാവർക്കും ഇപ്പോൾ സേവ് പാലസ്തീൻ എന്ന് പറയുന്നത് പാലസ്തീനിലെ ആൾക്കാരെ സേവ് ചെയ്യാനാണല്ലോ. നിങ്ങളിതാ ഈ ഒരു വീഡിയോ ഒന്ന് കാണുക. ഇത് സീസ് ഫയറിന് ശേഷം ഹമാസുകാർ അവിടുത്തെ പലസ്തീനിലെ ആൾക്കാരിനെ ഒരു വിചാരണ പോലെ മുട്ടുകുത്തി നിർത്തി സ്ട്രീറ്റിനെ നടുക്ക് വെച്ചിട്ട് വെടിവെച്ച് കൊല്ലുന്നതാണ്. പബ്ലിക് എക്സിക്യൂഷനാണ് നടത്തുന്നത്. നിങ്ങൾ ഇൻ്റർനെറ്റ് ട്രെൻഡ് നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ആണ് ഈ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ട് ഒന്നും തോന്നില്ല. അതല്ല, നിങ്ങൾ ജെനുവിനായിട്ട് മനുഷ്യത്വം നോക്കിയിട്ടാണ് പാലസ്തീനെ സേവ് ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോഴും അന്ന് ഉണ്ടായില്ലേ ആ ഒരു ദേഷ്യം ഉണ്ടാവണം. ഗാസ മുഴുവൻ ഒരു സിവിൽ വാറിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലാൻസ് എന്ന് പറഞ്ഞിട്ട് കുറെ മിലിറ്റന്റ് ഗ്രൂപ്പുകളുണ്ട്, ആന്റി ഹമാസ് ആയിട്ടുള്ളത്. IDF ഇസ്രായേലുകാരൊക്കെ ഇപ്പോൾ 50% ബാക്കിലോട്ട് യെല്ലോ ലൈനിലോട്ട് വന്നല്ലോ. അപ്പോൾ അവിടെ ഒന്നും ഇപ്പോൾ ആരും കൺട്രോളിലില്ല. അപ്പോൾ ആ ഒരു അവസരം മുതലാക്കിയിട്ട് എല്ലാവരും കൂടി അടിച്ച് പിരിയാണ് അവിടെ. അല്ല, ആരും അത്ര മോശക്കാരൊന്നും അല്ല. ഇസ്രായേലുകാരും സീസ് ഫയറിന് ശേഷം കുറേ ഡ്രോൺ സ്ട്രൈക്കും കുറേ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്, കുറേ പേരിനെ കൊന്നിട്ടുണ്ട്. യെല്ലോ ലൈനിൻ്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞിട്ട് കുറേ പേരിനെ വെറുതെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, 7 പേരിനെ. ഹമാസുകാരും ഡോഗ്മുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിലിറ്റന്റ് ഗ്രൂപ്പുകാരും തമ്മിലാണ് ഇപ്പോൾ മെയിൻ അടി നടക്കുന്നത്, സിവിൽ വാർ പോലെ. അപ്പോൾ അതിൽ ഈ ഡോഗ്മുഷുകാർക്ക് എവിടെ നിന്നാണ് ഈ തോക്കും ഈ ഫണ്ടിങ് ഒക്കെ കിട്ടുന്നത്? ഹമാസുകാർക്കും ഈ ഇറാൻകാർ കൊടുക്കും, ഡോഗ്മുഷിനും ഈ ഇറാൻകാർ കൊടുക്കും. അവർ തമ്മിൽ അടിയല്ലേ. നെതന്യാഹു ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ആന്റി ഹമാസ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ മിലിറ്റന്റ് ആയിട്ടുള്ള ആൾക്കാർ ഗാസയിലുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന്. ഈ തോക്കിനൊക്കെ നല്ല വിലയാണ്, വെറുതെ പോയി 5-10 കിട്ടില്ല. അപ്പോൾ അതിന് നല്ല ഫണ്ടിങ് വേണം. ഇതിനൊക്കെ ആരാ ഫണ്ടിങ് കൊടുക്കുന്നത്, ഇതൊക്കെ എന്താ നടക്കുന്നത് ഒരു പിടിയില്ല. മൊത്തത്തിൽ അവിടുത്തെ ആൾക്കാരുടെ കാര്യം ഗോവിന്ദ.